മെസ്സിയുടെയും അർജന്റീൻ ഫുട്ബോൾ ടീമിന്റെയും കേരളത്തിലേക്കുള്ള വരവ് സംബന്ധിച്ച് അനിശ്ചിതത്വം തള്ളി കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ അർജന്റീന കേരളത്തിലേക്ക് എത്താൻ തന്നെയാണ് സാധ്യതയെന്ന് മന്ത്രി പറഞ്ഞു. ടീമിനെ കേരളത്തിലെത്തിക്കാൻ ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ടുണ്ടെന്നാണ് സ്പോൺസർ ആന്റോ അഗസ്റ്റിന്റെയും പ്രതികരണം. ഇതിനിടെ ആദ്യ സ്പോൺസർമാരായി തീരുമാനിച്ച ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ് അസോസിയേഷൻ സാമ്പത്തിക ക്രമക്കേട് നടത്തിയെന്നാരോപിച്ച് ഒരു വിഭാഗം രംഗത്തെത്തി. ഫുട്ബോൾ മിശിഹയും സംഘവും വരുന്ന നവംബറിൽ കേരളത്തിൽ പന്തു തട്ടുമോ ഇല്ലയോ എന്നതിൽ അനിശ്ചിതത്വം കനക്കുന്നതിനിടെയാണ് കാൽപന്ത് ആരാധകർക്ക് പ്രതീക്ഷയായി കായിക മന്ത്രിയുടെ ഉറപ്പ്. അർജന്റീന എത്തില്ല എന്ന് പറയാനാകില്ല. സ്പോൺസർക്ക് പണമടയ്ക്കുന്നതിന് റിസർവ് ബാങ്കിന്റെ ഒരു അനുമതി കൂടി കിട്ടേണ്ടതുണ്ടായിരുന്നു. അത് കിട്ടി. അടുത്തയാഴ്ച സ്പോൺസർ പണമടയ്ക്കും. അടുത്തയാഴ്ച എല്ലാ കാര്യങ്ങൾക്കും വ്യക്തതയുണ്ടാകും, മന്ത്രി പറയുന്നു. സാധാരണഗതിയിൽ ഫോറിൻ റെമിറ്റൻസിന് ചില നിയമങ്ങളുണ്ടല്ലോ, ഫെറ പ്രകാരമുള്ള അത് പ്രകാരം അദ്ദേഹത്തിന് ഇപ്പോൾ കൺഫർമേഷൻ ആയിട്ടുണ്ട്. അദ്ദേഹം അടുത്ത ആഴ്ച പണമടക്കും. ടീമിനെ കൊണ്ടുവരാൻ ചെയ്യേണ്ടതെല്ലാം ചെയ്തെന്ന് സ്പോൺസർ ആന്റോ അഗസ്റ്റിനും പറഞ്ഞു. പണമടയ്ക്കേണ്ട സമയമാകാത്തത് കൊണ്ടാണ് അടയ്ക്കാത്തതെന്നും അർജന്റീന വരുമെന്നും തന്നെയാണ് കരുതുന്നതെന്നും വിശദീകരണം. അപ്പോൾ അതിൻ്റെ അകത്ത് ഒത്തിരി നിബന്ധനകളുണ്ട്. ആ നിബന്ധനകൾ ഓരോന്നോരോന്നായി ഫുൾഫിൽ ചെയ്യണം. നമുക്കിവിടെ ഒരു ഒരു സെവൻസ് കളിക്കുന്ന പോലെ കളിക്കാൻ പറ്റിയ സംവിധാനം അല്ലല്ലോ ഒരു അർജന്റീന ലോകകപ്പ് നേടിയ ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ടീം കേരളത്തിലേക്ക് വരിക എന്നുള്ളത്. അപ്പോൾ അത്രയും രീതിയിലുള്ള ഒരു ഇതിന്റെ പുറകിലൊരു വർക്കുണ്ട്. ആ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ മെസ്സി വരുമോ ഇല്ലയോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അറിവിൽ മെസ്സി വരും എന്നുള്ളതാണ്. മെസ്സിയും സംഘവും വരില്ല എന്ന് പെട്ടെന്ന് വാർത്ത വന്നത് ചിലരുടെ ദുഷ്ടലാക്കാകാമെന്നും സ്പോൺസർ ആന്റോ. 45 ദിവസത്തിനകം പണമടയ്ക്കണമെന്നില്ല. ഫിഫ നിലവാരത്തിലുള്ള സ്റ്റേഡിയം ഇല്ലാത്തതാണ് മുഖ്യ പ്രശ്നം. അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഡേറ്റ് അനുവദിക്കുന്ന സമയമാകുമ്പോഴേക്കും സ്റ്റേഡിയം തയ്യാറാകുമെന്നാണ് സർക്കാർ വാഗ്ദാനമെന്നും സ്പോൺസർ. ഇതിന് കായിക മന്ത്രി ഇങ്ങനെ മറുപടി പറയുന്നു. ഇത് ഫിഫ മാച്ചല്ല. സ്റ്റേഡിയം സംബന്ധിച്ച് ആശങ്കയില്ല. കൂടുതൽ കാണികളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന 2 സ്റ്റേഡിയങ്ങൾ കേരളത്തിലുണ്ട്. തിരുവനന്തപുരം ഗ്രീൻഫീൽഡും കൊച്ചി കലൂർ സ്റ്റേഡിയവും ഇതിലൊന്ന് ഉപയോഗപ്പെടുത്താനാകും. കേരളത്തിൽ ഏറ്റവും നല്ല രീതിയിൽ കാണികൾ ഉൾക്കൊള്ളാനും ഹോട്ടലുകൾ സൗകര്യമടക്കമുള്ള സിറ്റിയാണല്ലോ തിരുവനന്തപുരം. അവിടെ കളിക്കുന്നതിൽ എന്താ ഒരു കുഴപ്പമില്ല. പിന്നെ കേരളത്തിൻ്റെ ക്യാപിറ്റലാണല്ലോ. ക്യാപിറ്റൽ സിറ്റിയിൽ അന്താരാഷ്ട്ര ടീമുകൾ കളിക്കുക എന്നുള്ളത് നമുക്ക് ഒരു അഭിമാനമല്ലേ. ഇന്ന് രാവിലെ അർജന്റീനയുടെ വരവിന് അനുമതി ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ടെന്ന് കായിക മന്ത്രി തന്നെ വെളിപ്പെടുത്തിയതോടെയാണ് സ്വപ്നം ത്രിശങ്കുവിലായെന്ന ആശങ്ക ഉയർന്നത്. തുടർന്ന് വിവാദം കൊടുമുടി കയറി. കാൽപന്ത് ആരാധകരുടെ നിരാശയും. റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ തന്നെ അർജന്റീനയുമായി കരാറൊപ്പിട്ടിട്ടുണ്ട്. അത് സർക്കാരല്ല. സർക്കാർ അതിന് ഗ്യാരണ്ടി മാത്രമാണ്. ടീമിനെ കൊണ്ടുവരുന്നതിനുള്ള വലിയ സാമ്പത്തിക ചെലവ് കണക്കിലെടുത്താണ് സർക്കാർ ഉത്തരവാദിത്തം സ്പോൺസർമാരെ ഏൽപ്പിച്ചത്. അനിശ്ചിതത്വത്തിൽ വിശദീകരണം തേടി സ്പോൺസർക്ക് കത്തയക്കാനാണ് സർക്കാരിന്റെ തീരുമാനമെന്ന വാർത്ത പിന്നാലെ വന്നു. ഇതിന് പിന്നാലെ സ്പോൺസറും സർക്കാരും തമ്മിൽ ആശയവിനിമയം നടത്തി. പിന്നീടാണ് സാധ്യതകൾ അടഞ്ഞിട്ടില്ലെന്നും അടുത്തയാഴ്ച സന്തോഷകരമായ തീരുമാനം പ്രതീക്ഷിക്കുന്നുവെന്നും മന്ത്രി വ്യക്തമാക്കിയത്. നിലവിലുള്ള തീരുമാനപ്രകാരം നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് തന്നെ അർജന്റീനയും മെസ്സിയും കേരളത്തിൽ കളിക്കും. അതിനിടെ ആദ്യം സ്പോൺസർമാരായി തീരുമാനിച്ച ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ് അസോസിയേഷനെതിരെ സാമ്പത്തിക ക്രമക്കേട് പരാതിയും ഉയർന്നു. ടീം വരുന്നതിന്റെ ചെലവ് വഹിക്കാമെന്ന് പറഞ്ഞ് സ്വർണ്ണ വ്യാപാര മേഖലയിൽ നിന്ന് കോടികൾ പിരിച്ചെടുത്തെന്ന് സംഘടനയിലെ എതിർവിഭാഗം ആരോപിക്കുന്നു. അർജന്റീനൻ ടീമിനെയും മെസ്സിയെയും കേരളത്തിലേക്ക് എത്തിക്കാൻ ഇനിയും ശ്രമങ്ങൾ തുടരുമെന്നാണ് സർക്കാരും സ്പോൺസർമാരും ആവർത്തിക്കുന്നത്. അതേസമയം ഫണ്ട് സംബന്ധിച്ചും സ്റ്റേഡിയം സംബന്ധിച്ചുമുള്ള അനിശ്ചിതത്വം നീങ്ങിയാൽ പോലും അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ തീരുമാനമാണ് ഇക്കാര്യത്തിൽ അന്തിമം. ആലപ്പുഴ ബ്യൂറോയ്ക്കൊപ്പം ന്യൂസ് മലയാളം, തിരുവനന്തപുരം.